നമ്മളെപ്പോഴും പറയാറുണ്ട്, എഴുതിയെടുക്കാൻ പറയാറുണ്ട്. എഴുതിയെടുക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുതുമ്പോൾ നമ്മുടെ മൈൻഡ് അതിനകത്തേക്ക് വരണം. ഓക്കെ, അപ്പം മൈൻഡ് അപ്ലൈ ചെയ്യുമ്പം കൂടുതൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യും, കൂടുതൽ നമ്മുടെ ബ്രെയിനിൽ മെമ്മറി സ്റ്റോർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല എഴുതി പഠിക്കുമ്പോഴാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാപ്ടോപ്പിലോ അല്ലെ മൊബൈലിലൊക്കെ, ഇന്നത്തെ കാലത്ത് മൊബൈലും ഇതൊക്കെ വന്നതിന് ശേഷം പലരും എഴുത്തെന്ന് പറഞ്ഞ സാധനം ഇല്ല. പണ്ടത്തെ കാലത്ത് നമ്മളെല്ലാം കാരണന്മാർ പറഞ്ഞിരുന്നു, ഇടാ എഴുതി പഠിക്കണം, അല്ലെ ഉറക്ക വായിക്കണം. ഉറക്ക വായിക്കണതിൻ്റെ ആവശ്യം എന്നാ? ഉറക്ക വായിക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ പറയുമ്പം വീണ്ടും ആ സൗണ്ട് വീണ്ടും ചെവിയിലൂടെ വീണ്ടും അകത്തേക്ക് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നൊരു പ്രോസസ്സാണ് എന്ന് പറയുന്നതാണ് എഴുതി പഠിക്കുക. എഴുതുമ്പോൾ മൈൻഡ് വർക്ക് ചെയ്താൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പല ആൾക്കാർ എഴുത്തുക എന്ന് പറഞ്ഞാൽ, ഒരാൾ എഴുതുക എന്ന് പറഞ്ഞാൽ എത്ര സമയം അദ്ദേഹത്തിൻ്റെ മൈൻഡ് അതിനകത്തേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എഴുതി പഠിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ എഴുതുക, നിങ്ങൾ ഓരോരുത്തരും നമ്മൾ എഴുതി പഠിക്കുക. അപ്പോൾ കൂടുതൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ എപ്പോഴും ഓർത്തിരിക്കുക, ഈ എന്തെല്ലാം നോളജ് ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ എക്സിക്യൂഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്കറിയാവുന്ന ധാരാളം ആൾക്കാർ വളരെ നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നോളജ് ഈസ് പവർ എന്നാണ് നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത്. നോളജ് ഈസ് നോട്ട് പവർ എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അതായത് നോളജ് ഈസ് പവർ നമ്മൾ പലപ്പോഴും പല കോട്ടുകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പക്ഷേ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് നോളജ് ഈസ് നോട്ട് പവർ, എക്സിക്യൂഷൻ ഈസ് പവർ. നോളജിനെ ശരിക്കും പറഞ്ഞൊരു പൊട്ടൻഷ്യൽ പവർ എന്ന് പറയാൻ പറ്റും. നോളജ് ഈസ് പൊട്ടൻഷ്യൽ പവർ, ബട്ട് നോളജ് ഈസ് നോട്ട് പവർ, എക്സിക്യൂഷൻ ഈസ് പവർ. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല, ഇപ്പോൾ വലിയ കമ്പനികളിലൊക്കെയാണ് തന്നെ നല്ലൊരു ടീം ആണെന്നുണ്ടെങ്കിൽ, നല്ല ശരിയായ രീതിയിലുള്ള എക്സിക്യൂഷൻ നടത്തുന്നവരാണെങ്കിൽ അവരാണ് വിജയിക്കുന്നത്. നല്ല പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പോലും ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് സാഹചര്യങ്ങളുണ്ടെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്നവർ അതിനെ എഫിഷ്യൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് വിജയിക്കത്തില്ല. ഏത് പ്രൊജക്റ്റും എങ്ങനെയാണ്, എക്സിക്യൂഷനാണ് ഇമ്പോർട്ടൻ്റ്. ആശയങ്ങളൊക്കെ ആർക്ക് വേണമെങ്കിലും കൊണ്ടുവരാൻ പറ്റും. ഭയങ്കരമായി നോളജുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ നോളജ് ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ ഫെയിലാണെന്നുണ്ടെങ്കിൽ എത്ര നോളജ് ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പം നല്ലൊരു ടീം നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നവരാണ് എപ്പോഴും വിജയിക്കുന്നത്. ഇനി പ്രൊഡക്റ്റ് കുറച്ച് മോശമാണെങ്കിൽ പോലും ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണല്ലോ, എക്സിക്യൂഷൻ ടീം ഫ്ലോപ്പ് ആണെന്നുണ്ടെങ്കിൽ വിജയിക്കത്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സൈഡിൽ നോളജ് അക്വയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യുക, പ്രാവർത്തികമാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, വീണ്ടും ഓർത്തിരിക്കുക, ട്രേഡിംഗ് എന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പല ആൾക്കാരും നമുക്കറിയാവുന്ന പലതും സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. അത് ഇൻഡിവിജ്വൽ എഫേർട്ടിനെ മാത്രമേ കിട്ടുള്ളൂ. ടീം എഫേർട്ടിന് കിട്ടുന്നത് നമ്മൾ ഇത് മാർക്കറ്റ് ചെയ്യുമ്പോഴാണ്. ഈ പ്രോജക്റ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുകയും കസ്റ്റമർ അക്വിസിഷനിൽ നമ്മൾ ഫോക്കസ്ഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് മറ്റേത് ബിസിനസ്സിനേക്കാളും പ്രോഫിറ്റ് തരും ട്രേഡിങ് നമുക്ക്. പക്ഷേ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്, നമ്മുടെ കോൺസെൻട്രേഷൻ ആവശ്യമാണ്. പക്ഷേ എപ്പോഴും നമുക്ക് ഈ വലിയ സക്സസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വലിയ ഡ്രീം മോനെ നമ്മൾ ചേസ് ചെയ്യണം. കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടാകണം.